നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടത്തും. തൃശൂരിൽ ഡിസംബർ 11-ന്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ ടാക്സി ഡ്രൈവറെയും യാത്രക്കാരെയും ഭീഷണിപ്പെടുത്തിയതായി പരാതി. കുറുമാലിപ്പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആളുടെ മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തത് വരന്തരപ്പള്ളി SHO KN മനോജ്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് മുകേഷ് അംബാനി ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. വെങ്കിടങ്ങ് ഏനാമാവിലെ കുപ്പിക്കഴുത്ത് മൂലം വാഹനയാത്രികരും നാട്ടുകാരും വർഷങ്ങളായി ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടത്തും. തൃശൂരിൽ ഡിസംബർ 11-ന്. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ, രണ്ടാം ഘട്ടം തൃശൂർ മുതൽ കാസർഗോഡ് വരെ. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. അന്തിമ വോട്ടർ പട്ടിക നവംബർ 14-ന്. 33,746 പോളിംഗ് സ്റ്റേഷനുകൾ, 2,841 പ്രവാസി വോട്ടർമാർ. നവംബർ 21 വരെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാം. തിരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. ഓരോ നിയോജക മണ്ഡലത്തിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടികയുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ ടാക്സി ഡ്രൈവറെയും യാത്രക്കാരെയും ഭീഷണിപ്പെടുത്തിയതായി പരാതി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന ടാക്സി ഡ്രൈവർമാർക്കെതിരെയാണ് ആരോപണം. സംഭവത്തിൽ യൂബർ ടാക്സി ഡ്രൈവർമാർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രിപ്പ് എടുക്കാൻ പാടില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും യാത്രക്കാരോട് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ ഊബറിന് ഇവിടെ ഓടാനായിട്ടുള്ള പെർമിഷൻ ഇല്ലെന്ന് എനിക്ക് അറിയില്ലേ? എവിടെ ഓടാനുള്ള പെർമിഷൻ ഇല്ല? എവിടെ ഓടാനുള്ള പെർമിഷൻ ഇല്ല? ഈ ഇവിടുന്ന് എടുക്കാൻ പറ്റടാ. നീ വേറെ വർത്താനം പറയുന്നത് എനിക്ക് പ്രശ്നമില്ല. അവരെന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് കേട്ടില്ല ഇനി കളി നടക്കില്ല. എന്ത് തിന്നണേ? ഞാൻ ജീവിക്കാൻ വേണ്ടിട്ട് കാർ എടുത്തിട്ടുള്ളത് ഓടിക്കണത്. ഈ നാട്ടിലോട്ട് ടാക്സ് അടച്ചിട്ട് തന്നെയാണ് വണ്ടി എടുത്തിട്ട് ഓടുന്നു. പൈസ ഇട്ട് കൊടുക്കോ ഞങ്ങൾ ആൾക്കാർ. കുറുമാലിപ്പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആളുടെ മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തത് വരന്തരപ്പള്ളി SHO KN മനോജ്. വരന്തരപ്പള്ളി മനക്കൽക്കടവ് സ്വദേശി വെളുത്തേടത്ത് വീട്ടിൽ 55 വയസ്സുള്ള മോഹനനാണ് പുഴയിൽ മരിച്ചത്. പുഴയിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ നാട്ടുകാരുടെ സഹായം തേടിയെങ്കിലും ലഭ്യമായില്ല. ഇതിനിടെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇൻസ്പെക്ടർ മനോജ് തന്നെ പുഴയിലേക്കിറങ്ങി മൃതദേഹം കരയിലേക്ക് വലിച്ചെത്തിക്കാൻ നേതൃത്വം കൊടുത്തത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ക്ഷേത്ര ദർശനത്തിനെത്തിയ മുകേഷ് അംബാനിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആശുപത്രി നിർമ്മാണത്തിന് 58 കോടി രൂപയുടെ പദ്ധതിയാണ് ദേവസ്വം സമർപ്പിച്ചിട്ടുള്ളത്. ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിന് ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു. എന്ത് സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാന് ഉറപ്പ് നൽകി. ഗുജറാത്തിൽ റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരമൊരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മുകേഷ് അംബാനി റോഡ് മാർഗം തെക്കേ നടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി. പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഉള്ളതിനാൽ 25 പേർക്കായി ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്.
നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് സോപാനപടിയിൽ കാണിക്ക അർപ്പിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ഉപദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു. വെങ്കിടങ്ങ് ഏനാമാവിലെ കുപ്പിക്കഴുത്ത് മൂലം വാഹനയാത്രികരും നാട്ടുകാരും വർഷങ്ങളായി ദുരിതത്തിൽ. കാഞ്ഞാണി ചാവക്കാട് പൊതുമരാമത്ത് റോഡിൽ ഏനാമാവ് പള്ളിനടയ്ക്ക് സമീപമാണ് ഗതാഗതക്കുരുക്കും വാഹന അപകടങ്ങളും പതിവാകുന്നത്. ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ റോഡിന്റെ വീതി കുറഞ്ഞ ഈ ഭാഗത്തുകൂടി കടന്നു പോകാനാകൂ. റോഡിന് ഇരുവശത്തും വീടും മതിലുമാണ്. ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഇരുവശങ്ങളിലും ഏറെ നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇവിടത്തെ ഗതാഗത കുരുക്കഴിക്കാൻ നടപടി തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. പ്രഖ്യാപനങ്ങൾ പലതും നടത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മാറി മാറി വന്ന MLA-മാർ ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും റോഡ് അളന്ന് തിട്ടപ്പെടുത്തുകയും ഏറ്റെടുക്കേണ്ട ഭൂമി അടയാളപ്പെടുത്തി കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിന് ഇരുവശമുള്ള സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകുന്നതിന് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് നടന്ന ചർച്ചകളിൽ മാന്യമായ നഷ്ടപരിഹാരം സ്വീകരിച്ച് സ്ഥലം നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 110 രൂപ കൂടി ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടത്തും. തൃശൂരിൽ ഡിസംബർ 11-ന്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ ടാക്സി ഡ്രൈവറെയും യാത്രക്കാരെയും ഭീഷണിപ്പെടുത്തിയതായി പരാതി. കുറുമാലിപ്പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ആളുടെ മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തത് വരന്തരപ്പള്ളി SHO KN മനോജ്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് മുകേഷ് അംബാനി ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. വെങ്കിടങ്ങ് ഏനാമാവിലെ കുപ്പിക്കഴുത്ത് മൂലം വാഹനയാത്രികരും നാട്ടുകാരും വർഷങ്ങളായി ദുരിതത്തിൽ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.